എവിടെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി? എവിടെ? രാജ്യം നിങ്ങളെ അന്വേഷിക്കുകയാണ് അമിത്ജി. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സഭയിൽ ശബ്ദമുയർത്തുന്ന ജനപ്രതിനിധികൾ ഒരു വ്യക്തിയെ തിരയുകയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എവിടെയാണ് എന്നതാണ് ആ ചോദ്യം. ദിവസങ്ങളായി രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം കൂടിയാണ് കേട്ടോ ഇത്. സഭ തടസ്സപ്പെടുന്നു, ബഹളങ്ങൾ നടക്കുന്നു, ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ പോരാടുന്നു. എന്നാൽ ഈ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസേര മാത്രം വിജനമായി കിടക്കുകയാണ്. ആരുടേതാണ് ആ കസേര എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാണ്. അതെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ വിവാദമായി മാറിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ പുറത്തു നടക്കുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ട മന്ത്രി എന്തുകൊണ്ട് സഭയിൽ എത്തുന്നില്ല? ഈ ചോദ്യം കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല. ഇത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ വിവാദങ്ങളുടെ തുടക്കം തെരുവുകളിൽ നിന്നാണ് തുടങ്ങിയത്. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവം. പെല്ലറ്റുകൾ ഉൾപ്പെടെയുള്ള മാരകമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും യുവാക്കളെയും പോലീസ് അടിച്ചമർത്തിയത്. ചോര ചിന്തിയ ആ തെരുവുകളിൽ ഉയർന്നത് രാജ്യത്തെ യുവത്വത്തിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഉയർന്ന പ്രതിഷേധം ഒടുവിൽ പാർലമെന്റിന്റെ അടഞ്ഞ വാതിലുകൾക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുന്ന പ്രധാന വിഷയവും ഇതുതന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ഈ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിലെത്തി മറുപടി നൽകണം. ഇതാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കേണ്ട വ്യക്തി എന്ന നിലയിൽ അമിത്ഷാക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും സഭയിൽ മന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഇത് പാർലമെന്റ് നടപടികളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുക്കളങ്ങളിൽ ഇറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. ചോദ്യോത്തര വേളകളും ശൂന്യവേളകളും തടസ്സപ്പെട്ടു. രാജ്യത്തിന് ആവശ്യമുള്ള പല പ്രധാനപ്പെട്ട ബില്ലുകളും യാതൊരുവിധ ചർച്ചകളും കൂടാതെ പാസ്സാക്കേണ്ട സാഹചര്യം വരെയുണ്ടായി. ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയായ പാർലമെന്റ് ഈ രീതിയിൽ സ്തംഭിക്കുന്നത് രാജ്യ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒന്നാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് രാജ്യസഭയിൽ തികച്ചും അസാധാരണമായ ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള CP രാധാകൃഷ്ണന്റെ ഇടപെടൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ നിരന്തരം നിരസിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് അമിത്ഷായോട് സഭയിലെത്താൻ അഭ്യർത്ഥിക്കാൻ ചെയർമാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് ഭരണപക്ഷത്തെ കൃത്യമായിട്ട് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഏതൊരു മന്ത്രിയാണ് സഭയിൽ മറുപടി പറയേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ പ്രതിപക്ഷ നേതാവിന് അധികാരമില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വാദിച്ചിരുന്നു. എന്നാൽ ചെയർമാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ കേവലം ഒരു നിർദ്ദേശമല്ല എന്നും അത് പ്രതിപക്ഷത്തിന്റെ ഒന്നാകെയുള്ള വികാരമാണെന്നും ചെയർമാൻ ഓർമ്മിപ്പിച്ചു. സഭയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രതിപക്ഷത്തോടും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ബഹളം വെക്കരുത് എന്ന് ഭരണപക്ഷത്തോടും അദ്ദേഹം കർശനമായി നിർദ്ദേശിക്കുകയുണ്ടായി. ഈ സമയത്ത് സഭയിലെ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുകയായിരുന്നു. സഭയിലെ റൂൾ ബുക്ക് ഉദ്ധരിച്ച് ഭരണപക്ഷം പ്രതിപക്ഷത്തെ വിമർശിച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ശക്തമായി തിരിച്ചടിച്ചു. ഒരേ വിഷയം ദിവസവും ഉന്നയിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട്. സഭയിലെ പുതിയ അംഗങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്നും മന്ത്രി റിജിജു കുറ്റപ്പെടുത്തി. എന്നാൽ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ വരേണ്ട എന്നതായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ മറുപടി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വരാൻ മടിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്നും സഭയിൽ ഏത് ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണെന്നും ഖാർഗെ വ്യക്തമാക്കി കഴിഞ്ഞു. ജനങ്ങളുടെ പ്രതിനിധികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഭയന്നാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. അത് വളരെ ശരിയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കും തോന്നി തുടങ്ങി. ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ മറ്റൊരു വസ്തുത നിലനിൽക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റ് മന്ദിരത്തിൽ എത്താതിരിക്കുന്നില്ല. അദ്ദേഹം ദിവസവും പാർലമെന്റിലെ തന്റെ ഓഫീസിൽ എത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഭാ നടപടികൾ നടക്കുന്ന ഹാളിനുള്ളിലേക്ക് മാത്രം അദ്ദേഹം കടന്നു വരുന്നില്ല. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഭയെ നേരിടാൻ മടിക്കുന്ന പ്രധാനമന്ത്രി പാതിരാത്രിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രം സംസാരിക്കുന്നുവെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. പൂക്കിയാവുകയാണല്ലോ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രധാന ലക്ഷ്യം.
എന്നാൽ ഈ വിഷയത്തിൽ BJPക്കും ഭരണപക്ഷത്തിനും മറ്റൊരു നിലപാടാണുള്ളത്. അതുകൂടി പറയണമല്ലോ. പ്രതിപക്ഷം സഭ സാധാരണ നിലയിൽ നടക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. സഭയിൽ ആരോഗ്യകരമായ ചർച്ചകൾക്ക് പകരം ബഹളവും തടസ്സങ്ങളും സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നതാണ് അവർ പറയുന്നത്. സഭ ശാന്തമാക്കുകയും സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്താൽ ആഭ്യന്തരമന്ത്രി സഭയിലെത്തി വ്യക്തമായ മറുപടി നൽകുമെന്നാണ് BJP പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ ശബ്ദമുണ്ടാക്കേണ്ടി വന്നു എന്ന കാര്യത്തിൽ അവർക്ക് ഉത്തരമില്ല കേട്ടോ. സഭയിൽ ഒരു മന്ത്രി എപ്പോൾ വരണം, ഏത് വിഷയത്തിൽ മറുപടി നൽകണം എന്നത് സംബന്ധിച്ച് ചില സാങ്കേതിക നിയമങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ നിയമപരമായി ഇതിന് ബാധ്യസ്ഥരാണോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജനാധിപത്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇത്തരം നിയമപരമായ സാങ്കേതികത്വങ്ങളിലല്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിലാണ്. ജനങ്ങളുടെ പ്രതിനിധികളോട് നേരിട്ട് ഉത്തരം പറയുക എന്നത് ഒരു ഭരണാധികാരിയുടെ പ്രാഥമിക കടമ തന്നെയാണ്. അതേസമയം അമിത്ഷാ ഭരണപരമായ ചുമതലകളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് എന്ന് പറയാൻ കഴിയുകയുമില്ല. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലും സുപ്രധാനമായ യോഗങ്ങളിലും രാഷ്ട്രീയ കൂടിക്കാഴ്ചകളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഉത്തരം പറയാൻ പാർലമെന്റിലേക്ക് അദ്ദേഹം എത്തുന്നില്ല എന്നത് വസ്തുതയാണ്. ഈ സജീവത എന്തുകൊണ്ട് പാർലമെന്റ് ഹാളിൽ കാണിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഭരണാധികാരി ഔദ്യോഗിക യോഗങ്ങളിൽ കാണിക്കുന്ന അതേ ഉത്തരവാദിത്തം സഭയിലും കാണിക്കണം. ഏതൊരു പൗരനും ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. പാർലമെന്റ് എന്നത് കേവലം ബില്ലുകൾ പാസ്സാക്കാനുള്ള ഒരു കെട്ടിടം മാത്രമല്ല, അത് ജനങ്ങളുടെ ശബ്ദം കേൾക്കേണ്ട സ്ഥാനമാണ്. അവിടെ ഭരണാധികാരികൾ സന്നിഹിതരാകാനും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ബാധ്യസ്ഥരാണ്. ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സഭയിലെ ഒഴിഞ്ഞ കസേരകൾ ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ലക്ഷണമാണോ എന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അമിത്ഷായുടെ ഈ അസാന്നിധ്യം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങുമോ, അതോ ഭരണപക്ഷം ഈ ആരോപണങ്ങളെ മറികടക്കുമോ? ജനാധിപത്യത്തിൽ അത്യധികമായ വിധികർത്താക്കൾ ജനങ്ങളാണ് എന്ന കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ഓർക്കണം. പാർലമെന്റിലെ ഈ ശൂന്യതയ്ക്ക് കാലം എന്ത് മറുപടിയാണ് നൽകുക എന്നത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മനസ്സിലായി തുടങ്ങും. അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മറന്നു പോകുന്ന ഭരണാധികാരികൾക്ക് ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഭരണഘടന നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ പാർട്ടി താല്പര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ കസേരയ്ക്കും മാത്രം മുൻഗണന നൽകുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ജനാധിപത്യപരമായി പെരുമാറില്ല എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനല്ല. ജനാധിപത്യത്തിന്റെ കാവലാളായി നിൽക്കേണ്ട വ്യക്തി തന്നെ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഓരോന്നായി തച്ചുടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തെരുവുകളിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസും സുരക്ഷാ സേനയും നടത്തിയ ക്രൂരമായ ആക്രമണം ഇതിന്റെ തെളിവ് തന്നെയാണ്. പല്ലറ്റുകളും ലാത്തികളും ഉപയോഗിച്ച് യുവത്വത്തിന്റെ ചോര ചിന്തിയപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മറുപടി പറയാൻ പോലും തയ്യാറായില്ല. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിലാണെന്ന് ഓർക്കണം. ചോദ്യങ്ങളെ ഭയന്ന് പാർലമെന്റ് ഹാളിൽ എത്താതിരിക്കുകയും ഒളിച്ചുകളി നടത്തുകയും ചെയ്യുന്നത് ഏത് തരം ജനാധിപത്യ മര്യാദയാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അമിത്ഷാ ഒരു ജനപ്രതിനിധിയാണ് എന്ന കാര്യം മറന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഭയിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതും രാജ്യത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതും ഒരു മന്ത്രിയുടെ പ്രഥമ ചുമതല തന്നെയാണ്. എന്നാൽ അത് പൂർണ്ണമായും അവഗണിച്ച് ഓഫീസുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് ഭയത്തിന്റെ ലക്ഷണം തന്നെയാണ്. അമിത്ഷാ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ചോദ്യങ്ങളെ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് ജനങ്ങളുടെ ശബ്ദമായ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ മടിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവിടെ നിങ്ങളെ എല്ലാ പഴിയും പ്രതിപക്ഷത്തിന് മേലിടാൻ ശ്രമിക്കേണ്ട. ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്താനും വിയോജിപ്പുകളെ ഫലപ്രയോഗത്തിലൂടെ നേരിടാനും മാത്രം താല്പര്യം കാണിക്കുന്ന ഒരു ഭരണരീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ജനപ്രതിനിധി എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട വ്യക്തി എന്നാണ് അർത്ഥം, അല്ലാതെ ആജ്ഞകൾ മാത്രം പുറപ്പെടുവിക്കുന്ന ഏകാധിപതി എന്നല്ല. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഇത്തരം ഒരു നിലപാട് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാർലമെന്റിലെത്തി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അമിത്ഷായുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അമിത്ഷാ മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇതൊക്കെ ബാധ്യസ്ഥമാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു പ്രധാന വിഷയമായി വീണ്ടും കാണാം. നന്ദി.